നമ്മുടെ മറ്റേയാള് പറയണതറിയോ? പട്ടിക്കാട് ജാമിയാനൂരിയയിൽ ധാരാളം പണ്ഡിതന്മാരെ സാക്ഷി നിർത്തിയിട്ട് മഹാസമ്മേളനത്തിൽ വെച്ച് നമ്മുടെ റഹ്മത്തുള്ള ഖാസിമി നിങ്ങളെപ്പറ്റി തൊലിയിരിക്കുന്നത്, നിങ്ങളുടെ നേതാവിന്റെ കഥ പറയുന്നത് ഞാനല്ല, ഞാനൊന്നും കൂട്ടുന്നില്ല, ഞാനൊന്നും കുറക്കുന്നില്ല, ഉള്ളതുപോലെ നിങ്ങളും തൻ സെൻസിങ്ങിലൂടെ അത് എഴുതിയിട്ടുണ്ട്. ആ ശബ്ദം ഖാസിമി എന്തൊക്കെയാ പറയുന്നത്, നിങ്ങൾ ഒറ്റക്കെട്ട ഇരട്ടക്കെട്ട എന്തൊക്കെ കെട്ട, ഏതൊക്കെ ശുദ്ധിയ ഏതൊക്കെ അശുദ്ധിയ എന്നൊക്കെ എന്തോ ആകട്ടെ, ഖാസിമി തന്നെ പറയട്ടെ. കേട്ടോളൂ, നിങ്ങൾ ഒറ്റക്കെട്ടാണല്ലേ, എനിക്ക് വ്യാമോഹം വേണ്ട അല്ലേ, വിളിച്ചോളൂ തക്ബീർ കേട്ടോ, കേട്ടിട്ട് വിളിക്ക് തക്ബീർ കേട്ടോളൂ. എനിക്ക് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തുമായി സമസ്തമായുമായിട്ടല്ലാതെ ഒരു ബന്ധവുമില്ല എങ്കിൽ പിന്നെ ആരൊക്കെയോ നോട്ടിലേക്ക് മാസിക ഇറക്കി അവൻ ഭ്രാന്തനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അച്ചങ്ങാടിക്ക് ഭ്രാന്ത, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഭ്രാന്താലയത്തിന്റെ കൂടാണത്. അല്ലെങ്കിൽ അവർക്ക് ഭ്രാന്ത് അല്ലെങ്കിൽ AP വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. AP വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. നിങ്ങൾ തക്ബീർ ചെല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞൊന്നുമല്ല, അങ്ങനെ വിചാരിക്കണ്ട. അങ്ങനെയൊന്നുമല്ല. ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തൂല. ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തൂല. ഉളുപ്പ്, മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്. ഉളുപ്പ്, ഉളുപ്പ് ഉളുപ്പ് എന്നുള്ളത് അയാൾ ജനിച്ച നാട്ടിൽ എന്ന് ഞാൻ പറഞ്ഞില്ല. ആ വാക്ക് ഞാൻ പിൻവലിക്കാണ്. കാരണം കാന്തപുരത്തെ നല്ല മനുഷ്യന്മാരാ, അവർ നല്ലോരാ, അവർ സമസ്തന്റെ ആളുകളാണ്, അവർ മുത്തഖീങ്ങൾ സാലിഹീങ്ങളാണ്. അയാളെ നാട് ഞാൻ പറഞ്ഞില്ല. അയാൾക്കോ അയാളെ അനുയായികൾക്കോ ഉളുപ്പ് എന്ന 3 അക്ഷരം ഉണ്ടെങ്കിൽ പലിശക്കെതിരെ എങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തും? ഇയാൾ പറഞ്ഞതാ 2 കോടി ഞാൻ പലിശ കൊടുത്തു, ബാക്കി പലിശ കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ മറന്നോ? അയാളും അയാളെ പേറിയവനും മാറും. അതെല്ലാവരും മനസ്സിലാക്കണം, അതെല്ലാവരും തിരിച്ചറിയും, അത് മനസ്സിലാക്കണം. അയാൾക്ക് അയാളുടെ സമൂഹത്തിനും അള്ളാഹുവിന്റെ അടിസ്ഥാനം ഇല്ല. എന്താ അള്ളാഹുവിന്റെ അടിസ്ഥാനം? എന്തിനാ ആലിമീങ്ങൾ പ്രവർത്തിക്കേണ്ടത്? എന്തിനാണ് അമ്പിയാ ഈ ലോകത്ത് വന്നത്? അമ്പിയാവ് വന്നത് വെറുതെ വയറു പറയാനല്ല. എന്താ അമ്പിയാവിന്റെ ലക്ഷ്യം? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം. തസ്കിയത്തില്ലാത്ത എന്ത് ആക്ടിവിറ്റീസ്, എന്ത് തസ്കിയത്തില്ലാത്ത സമൂഹം തോന്നിയാസം കാണിക്കുക, എന്നിട്ട് അതിനൊക്കെ അങ്ങോട്ട് ചിന്താപാട് വിളിക്കുക, കുറെ ആളുകൾ അങ്ങോട്ട് തെക്കുപീർ ചെല്ലുക. എനിക്ക് ഓർമ്മയുണ്ട്, മുതലക്കുളത്ത് മുമ്പൊരിക്കൽ ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ AP ബക്കർ മുസ്ലിയാർ എന്നൊന്ന് പറഞ്ഞുപോയി. അപ്പോൾ നേരെ മതിന്റെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരിരുന്നിരുന്നു. അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടുമൽ ഉസ്താദ് പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എനിക്ക് വിരോധമല്ല, പറഞ്ഞു അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. അതൊരു വർത്താനം, അത് ആൺകുട്ടികളെ വാക്കാ. ഇന്നിപ്പോൾ അവിടെയുള്ളത്, ഇന്ന് അവരവിടെയുള്ളത് നല്ലോണം മനസ്സിലാക്കണം. ഇത് വളരെ ചിന്തിക്കണം. അവരുമായി നമുക്കൊരു കൂട്ടുബന്ധവും വേണ്ട, അവര് ഉളുപ്പില്ലാത്ത കൗമാണ്. ഇത് വളരെ ചിന്തിക്കണം. അവരുമായി നമുക്കൊരു കൂട്ടുബന്ധവും വേണ്ട, അവര് ഉളുപ്പില്ലാത്ത കൗമാണ്. അവർക്ക് അള്ളാഹുവിന്റെ ദീന സുന്നത്യമായത്തിൽ അവർക്ക് താല്പര്യമില്ല, അത് വേറൊരു കൗമാണ്. തസ്കിയത്താണ് ദീന്. ലൈംഗിക ശുദ്ധി, സാമ്പത്തിക ശുദ്ധി, ഇതൊക്കെയാണ് ദീൻ എന്ന് പറയുന്നത്. ലൈംഗിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധിയും ഇല്ലാത്തൊരു കൗമിന് എന്ത് ദീനാണ്? ലൈംഗിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധി ഇല്ലാത്തൊരു കൗമിന് എന്ത് ദീനാണ്? ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, അതൊന്നും ഞാൻ പറയുന്നില്ല. കേട്ടില്ലപ്പോ ഐക്യം കണ്ടില്ലേ? എന്താ ഐക്യം? ഞങ്ങൾ ഒറ്റക്കെട്ടാട്ടോ, സലഫി വ്യാമോഹം വേണ്ടട്ടോ, ഞങ്ങൾ ഇവിടെ ഒറ്റക്കെട്ടാ എന്നും പറഞ്ഞ് നിങ്ങൾ പറയിപ്പിച്ചതാണ് കേട്ടോ. അതാണ് ഓരോ നിങ്ങൾ കേട്ടില്ലേ? അങ്ങനെ നിങ്ങളുടെ ഐക്യം അങ്ങനെ പൊടിക്കാണ് അല്ലേ? യാതൊരു വിരോധവും നമുക്കില്ല. ഇനി നിങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ല ഇങ്ങോട്ട് പറയണ്ട. ഞങ്ങളേതായാലും തമ്മിലടിച്ച് തീരാൻ പോകുക എന്നല്ലേ നിങ്ങൾ പറയണത്. നിങ്ങൾ അങ്ങനെയല്ലല്ലോ, നിങ്ങൾ ഒറ്റക്കെട്ടല്ലേ. ഒറ്റക്കെട്ടായത് കൊണ്ടാണ് എടുത്ത് കാണിച്ചത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ മലർന്നു കിടന്ന് മേൽപോട്ട് തുപ്പരുത് പേരോടെ. തിരിച്ചു വരുമ്പോ നന്നാവൂല, കാണുമ്പോ സുഖം ഉണ്ടാവില്ല, അനുഭവിക്കുമ്പോ നന്നാവൂല. അതുകൊണ്ടാ ഓർമ്മപ്പെടുത്തുന്നത് കേട്ടോ. പിന്നെ മൂപ്പര് ഇവിടുന്ന് പറയണേ, ഞാൻ ചോദിച്ചിരുന്നു നിങ്ങളെന്താ മൂപ്പരിന്റെ സങ്കടം എന്നറിയില്ല. ഞാൻ പറഞ്ഞു ആർക്കാ സങ്കടം എന്നൊക്കെ ഇന്നലെ കാണിച്ചു. അത് ഞാൻ ചോദിച്ചിരുന്നു, നിങ്ങൾ അനസിന് മറുപടി പറയാൻ പിന്നെ പയ്യന്നൂർക്ക് പോയിട്ടില്ല, സലാഹിക്ക് മറുപടി പറയാൻ നിങ്ങൾ ഇരുമ്പുഴിക്ക് പോകുന്നില്ല. അപ്പൊ മൂപ്പര് പറയണ, ഞാൻ എന്തിനാ ഇവർക്കൊക്കെ മറുപടി പറയാൻ പോണ്? എനിക്കതാ പണി. അനസ് നന്നാ വായ പിടിച്ച കളവേ പറയുള്ളൂ, അനസ് നുണയാ പറയാ. നുണ പറയുന്ന ആൾക്ക് പിന്നെ ഞാൻ മറുപടി പറയാൻ പോണോ? അതാ അനസിനുള്ള കുഴപ്പം. അനസ് മുസ്ലിയാർ നുണ പറയും, അവിടെ മൂപ്പര് അനസിന് മറുപടിക്ക് പോകൂല. സലാഹി ചീത്ത പറയും.
സലാഹി ചീത്ത പറയുന്നോണ്ട് ഞാൻ എന്ത് ചെയ്യൂല, സലാഹിക്കും ഞാൻ മറുപടിക്ക് പോകൂല. ഇപ്പൊ പേരോട് ഇവിടുന്ന് ഏത്തമിട്ടു, എന്ത് സലഫി ചീത്തയും പറയൂല കളവും പറയൂല, അതുകൊണ്ടാ ഞാൻ വരുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞ് ഞാൻ ചീത്തയെ പറയുള്ളൂ, നുണേ പറയുള്ളൂ എന്നാ പറയും. ഇപ്പൊ നിങ്ങൾക്ക് തോന്നി എന്റെ 4-5 പ്രസംഗങ്ങൾ ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ നീങ്ങുമ്പോ നിങ്ങൾക്ക് തോന്നുകയാണ് സലഫി നല്ല ആളാട്ടോ, ചീത്തയൊന്നും പറയില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വരും. സലഫി നുണയൊന്നും പറയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ വരും. എന്നാ എന്താ അനസ് കളവ് പറഞ്ഞതിന് അനസ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. നാളൊട്ടുക്കിപ്പോ ആവശ്യം കണ്ടോ, ഹജ്ജിന് വരുന്ന ആളുകൾ മുഴുവൻ മുശ്രിക്കാട്, ആര് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കുക, അങ്ങനെ വിശദീകരിക്കുക. അതിനിടക്ക് ഇതിപ്പോ സാധാരണ പറയാൻ നാറ്റുനോട്ടിരുന്നൊരു ക്ലിപ്പ് കിട്ടി എന്നൊരു പാട്ട് പാടുന്നത് പോലെ മുസ്ലിയാക്കന്മാർക്ക് ഇപ്പൊ ഒരു പുതിയ ക്ലിപ്പും കൂടെ അതിന്റെ കൂട്ടത്തിൽ ചേർക്കാൻ. അതെന്തിനാ? അത് മുശ്രിക്ക് എന്ന് മുജാഹിദ് പറഞ്ഞിട്ടില്ല എന്ന് അനസ് മൗലവി. കണ്ടോ, പുതിയൊരു ക്ലിപ്പ് കൂടി. അനസ് മൗലവി പറഞ്ഞ സ്ഥലം, ആ സ്ഥലത്ത് എന്തേ മുസ്ലിയാക്കന്മാര് മറുപടി പറയാതിരുന്നത്? ഏത് നാട്ടിൽ വെച്ചാണ് അനസ് മൗലവി അത് പറഞ്ഞത്? ആ നാട്ടിൽ എന്തേ മുസ്ലിയാക്കന്മാരെ പിന്നെ കണ്ടില്ല? എന്താ കാര്യം അറിയോ? ആ പ്രഭാഷണം നടക്കുന്നതിന് മുമ്പ് ആ സ്ഥലത്തിന് മുസ്ലിയാർ വന്നിട്ട് സക്കരിയ എഴുതിയ ഒരു ലേഖനം, മാതൃഭൂമിയിൽ വന്നൊരു ലേഖനം, ആ ലേഖനം എടുത്തു വെച്ചിട്ട് മുസ്ലിയാർ നീണ്ടൊരു പ്രഭാഷണം. എന്നിട്ട് എന്താ പറഞ്ഞത്? കണ്ടോ, സക്കരിയ അന്ന് സൗദി അറേബ്യയിൽ പോയിട്ട് സക്കരിയക്ക് പോലും മനസ്സിലായി അവിടേക്ക് ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, ബോർഡ് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് സക്കരിയക്ക് പോലും മനസ്സിലായി. പക്ഷേ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം മുജാഹിദ് നേതാവ്, അയാൾ പ്രസംഗിക്കുകയാണ് അവിടെ ഹജ്ജിന് വരുന്നവർ ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങൾ 5% ഉണ്ടാവുള്ളൂ, അല്ല 5 ലക്ഷം മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഹിന്ദുക്കളാണെന്ന് ഒരു പണ്ഡിതൻ പറയുന്നു. മുജാഹിദ് നേതാവ് പറയുന്നു. മുജാഹിദ് ബാലുശ്ശേരിയുടെ ക്ലിപ്പ് പ്രഭാഷണത്തിൽ ഈ രൂപത്തിലുള്ള പലവിധ ആരോപണങ്ങളും ഉന്നയിച്ചതിന് 1, 2, 3, 4 1 by 1 ആയി മറുപടി പറഞ്ഞ അവസാനം ഇവിടെ ചില ആളുകൾ കളിച്ചതുപോലെ ഇവിടെയും ചില ആൾക്കാർ കളിച്ചല്ലോ. ഓരോരുത്തർക്ക് 1 മണി വരെ, 2 മണി വരെ, 3 മണി വരെ ഒക്കെ പ്രസംഗിക്കാം. പക്ഷെ മുജാഹിദുകള് പരിപാടി വെച്ചാൽ 10 മണിക്ക് അവസാനിപ്പിച്ചോണം. ആ രൂപത്തിലുള്ള മുജാഹിദുകളുടെ ശബ്ദം കേട്ടാൽ നെഞ്ചകം ഇടറുന്ന വിറക്കുന്ന ചില കോമുണ്ടല്ലോ, ആ രൂപത്തിലുള്ള കോമോടുകൾ ഈ 10 മണിക്ക് പ്രസംഗം അവസാനിപ്പിക്കണം. മര്യാദ ഞങ്ങൾ പാലിച്ചു. 10 മണിക്ക് പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അവസാനമായി ആ ഭാഗം കൂടി വിശദീകരിക്കണമെന്ന നിലക്ക് ആ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗം ഞാൻ പറഞ്ഞു. മുജാഹിദ് ബാലുശ്ശേരിയുടെ പേരുള്ള ഈ ആരോപണം അവർ പറഞ്ഞപ്പോ ഹിന്ദുക്കൾ അവിടെ ഹജ്ജിന് വരുന്നു എന്ന പ്രയോഗം മുജാഹിദ് പറഞ്ഞിട്ടില്ല, ഹിന്ദുക്കൾ എന്നൊരു വാചകം അതിൽ അവിടെ ഇല്ല എന്ന് പറഞ്ഞെടുത്ത് മുസ്ലിയാക്കന്മാർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രൂപത്തിൽ എന്തായി, അത് മുശ്രിക്കുകൾ എന്നായിപ്പോയി. ഹിന്ദുക്കൾ എന്ന് പറയേണ്ടടുത്ത് മുശ്രിക്കുകൾ എന്നൊരു വാചകം അതിലില്ല. ഈ വാചകം എടുത്ത് ക്ലിപ്പാക്കിയിട്ട് ഇപ്പൊ അതിട്ടിങ്ങനെ മുസ്ലിയാക്കന്മാർ വരച്ച എന്താണ് സലാഹികൾ പിന്നെ ചീത്ത പറഞ്ഞൊരു സലാഹി എന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇനി സുഹൃത്തുക്കളെ, ഇവിടെ വന്നിട്ട് പേരോട് എന്നെ കുറിച്ച് പറഞ്ഞത് വലിയ കാര്യമായിട്ട് പറഞ്ഞത്, ഇയാളെ നാവ് വളരെ മോശമാണ്, ഇവിടെ RSSകാരുണ്ട്, അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവരെക്കാളൊക്കെ മോശമാണ്. എന്നാ സുഹൃത്തുക്കളെ, ആരാണ് വാസ്തവത്തിൽ ഇവിടെ മോശമായി സംസാരിച്ചത്? ഞാൻ മടവൂരികളെ സംബന്ധിച്ച് പ്രസംഗിക്കുമ്പോ മടവൂരികൾ ഒരുപാട് ഹദീസിനെ നിഷേധിച്ചു. ജിന്ന് ശൈത്താൻ സിഗർ വിഷയത്തിൽ വന്ന നിരവധി ഹദീസുകളെ ദുർവ്യാഖ്യാനങ്ങളിലൂടെ തള്ളിക്കളയുകയും പരിഹസിക്കുകയും മുൻഗാമികളായ മുഹദ്ദിസുകളെയൊക്കെ ഒരുപാട് അവഹേളിക്കുകയും ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ സ്വാഭാവികമായും റസൂലിനെ സ്നേഹിക്കുന്നവർക്ക് ദേഷ്യം വരും അല്ലേ? ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ദേഷ്യം വന്നത് പേരോടന്നെ പറഞ്ഞല്ലോ. റസൂലിനെ ചീത്ത പറഞ്ഞപ്പോൾ ആയിഷ ബീവിക്ക് ദേഷ്യം വന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ ഹദീസുകളെ ചീത്ത പറയുമ്പോ ഈമാനുള്ളവർക്ക് ദേഷ്യം വരും. അപ്പൊ പൊട്ടന്മാരെ, വിഡ്ഢികളെ എന്നൊക്കെ നമ്മൾ പറയും. അതാണ് സംഭവിച്ചത്. അങ്ങനെ ഞാൻ 7 മണിക്കൂർ 7 മണിക്കൂർ പ്രസംഗം നടത്തിയപ്പോ അതിന് 6 പൊട്ടന്മാരെ എന്ന് കിട്ടി. അത് ഡബിൾ ആക്കിയിട്ടിട്ട് 12 ആക്കി. പിന്നെ ഇവരിങ്ങനെ ജന്നി ശൈത്താൻ വിഷയത്തെ കളിയാക്കുമ്പോ ആ കളിയാക്കുന്ന സന്ദർഭത്തില് ശബാബിൽ ഒരു ചോദ്യോത്തരത്തിൽ വന്നു, നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ആസനത്തിൽ പിശാച് ഊതും, അപ്പൊ കീഴ്വായി പോയി എന്ന് വിശ്വാസം ഉണ്ടാവും, സംശയം ഉണ്ടാകും. പക്ഷേ മണം അനുഭവപ്പെടുകയോ ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നവരെ തിരിച്ചു പോകരുത്. അപ്പൊ ഇവരിങ്ങനെ ജിന്ന് ശൈത്താൻ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ കളിയാക്കിക്കൊണ്ട് നാടകവും ടെലിഫിലിമും ഒക്കെ ഇറക്കണ സമയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഇതും നിങ്ങളൊന്ന് അഭിനയിച്ചാളി, നിങ്ങൾ 2 മൗലവിമാർ നിന്നിട്ട് ആസനത്തിൽ ഊതുന്നതും ഒന്ന് അഭിനയിച്ച് കാണിക്കി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ ആ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് പേരോട് പറഞ്ഞതാണല്ലോ, നമ്മളെ പ്രസംഗത്തിന്റെ ആ ഭാഗവും മുറിക്കുക, ഈ ഭാഗവും മുറിക്കുക, എന്നിട്ട് നടുക്കത്തങ്ങിടുക, സ്ക്രീൻ കൊണ്ട് നടക്കണ്ട. അപ്പണിയാണ് ഇവിടെ ചെയ്തത്.